CPM സൈബർ പോരാളികളെ നിയോഗിക്കുകയാണ്. സൈബർ പോരാളികൾ എന്ന് പറയുമ്പോൾ സൈബർ ഇടങ്ങളിൽ CPMന് ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു PR ഏജൻസിയെ വയ്ക്കാനാണ് CPMന്റെ തീരുമാനം. നമുക്കറിയാം PR ഏജൻസി ഇപ്പോൾ ആകെ മുഖ്യമന്ത്രിയെ വിവാദക്കുരുക്കിൽ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് തനിക്ക് യാതൊരു PR ഏജൻസിയുമായി കണക്ഷൻ ഒന്നുമില്ല, താൻ ആർക്കും കാശും നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് പാർട്ടി ആസ്ഥാനത്ത് തന്നെ, അതായത് AKG സെന്ററിൽ തന്നെ ഒരു PR ടീമിനെ നിയോഗിക്കാൻ പാർട്ടി തീരുമാനിച്ചതായുള്ള വാർത്തകളും പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖമാണ് മുഖ്യമന്ത്രിയെ വിവാദ ചുഴിയിൽ കൊണ്ട് ചാടിച്ചത്. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പത്രത്തിൽ അച്ചടിച്ചു വന്നു എന്നതാണ് മറ്റൊരു വാസ്തവം, ഞെട്ടിക്കുന്ന വാസ്തവം. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഈ PR ഏജന്റ് ഒരു വാർത്താക്കുറിപ്പ് നൽകി എന്നാണ് പത്രം വിശദീകരിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു? സംസ്ഥാന മുഖ്യമന്ത്രി ഇത്രയും സെക്യൂരിറ്റി സുരക്ഷയൊക്കെ ഉള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഇത്ര ശ്രദ്ധക്കുറവ് എങ്ങനെ സംഭവിച്ചു എന്നതാണ് മറ്റൊരു വലിയ സംശയം. ഇതിനിടെയാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കാണുന്നതും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ചിരിച്ച് ഒഴിയുന്നതും. അത് വളരെ രസകരമാണ്. മുമ്പ് ഉള്ള ശൈലിയല്ല മുഖ്യമന്ത്രി ഇപ്പോൾ പിന്തുടരുന്നത്. മുമ്പ് വളരെ കർക്കശക്കാരനായി മാധ്യമങ്ങളോട് പെരുമാറിയിരുന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ 2 പത്രസമ്മേളനങ്ങളിലും വാർത്താ സമ്മേളനങ്ങളിലും ചിരിച്ച് വളരെ സൗഹാർദ്ദപരമായാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. എന്തോ പറയാനുണ്ട് എന്ന് വെച്ച് അതായത് പഠിച്ച് പറയുന്ന ആളായിട്ടാണ് മുഖ്യമന്ത്രി മാറുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ PR ഏജൻസികളുടെ പങ്ക് ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന രഹസ്യം. PR ഏജൻസികളുടെ ഒരു മെയ്വഴക്കലും ഒക്കെ മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. PR ഏജൻസിയുടെ ഇഷ്ടാനുസരണമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പെരുമാറുന്നതെന്നാണ് പൊതുവെ ഉള്ള സംസാരം. എന്നാൽ എല്ലാ വിവാദങ്ങളിലും, പ്രത്യേകിച്ച് മലപ്പുറത്തെ കുറ്റപ്പെടുത്തിയുള്ള വിവാദം, അത് വ്യാജമാണ്, അത് താൻ പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ അതിനെതിരെ യാതൊരു നടപടിക്കും ഇല്ലെന്നും മുഖ്യമന്ത്രി പറയുന്നു. അതേ അവസരം തന്നെ മറ്റ് വിവാദങ്ങളിൽ, പൂരം കലക്കലാകട്ടെ, സ്വർണ്ണക്കടത്താകട്ടെ, MR അജിത് കുമാറിൻ്റെ ഇടപെടലുകൾ, RSS നേതാക്കളുമായുള്ള സന്ദർശനമാകട്ടെ, ഇതിലൊക്കെ മുഖ്യമന്ത്രി വീണ്ടും ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് തടി തപ്പാനാണ് നോക്കുന്നത്. ഇതൊക്കെ രാഷ്ട്രീയ കേരളം വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നുണ്ട്. പോരാത്തതിന് തില്ലങ്കേരിയുമായി, RSS നേതാവുമായി ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയതിനെ തുടർന്നാണ് വയനാട് ദുരന്ത മേഖലയിലെ ഭക്ഷണ വിതരണം, അതായത് സൗജന്യമായി കൊടുക്കുന്ന ഭക്ഷണ വിതരണം നിർത്തിവെക്കേണ്ടി വന്നതെന്ന് ലീഗും കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ PV അൻവർ അഴിച്ചുവിട്ട ഭൂതം, വിവാദ കൊടുങ്കാറ്റ് ഇങ്ങനെ ആഞ്ഞ് അടിക്കുകയാണ്. ഇന്നിപ്പോൾ നിയമസഭ കൂടി തുടങ്ങുമ്പോൾ വരും ദിവസങ്ങളിൽ എന്താകും സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും DGPയുടെ അന്വേഷണ റിപ്പോർട്ട് കൂടി ഉടനെ കിട്ടും. മുഖ്യമന്ത്രി PR ഏജൻസിയെ നിയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും CPM PR ഏജൻസിയെ വയ്ക്കാൻ പോകുന്നത് എന്ന വാർത്ത വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് സൈബർ ഇടങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.